മക്കളെ ഈ മഞ്ഞ് കഴിയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി കേടുവന്ന് പോയി. അപ്പോൾ പലരും വന്ന് നോക്കി ആർക്കും അത് ഡയഗ്നൈസ് ചെയ്യാനോ റെക്ടിഫൈ ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഇത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്താ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറക്കാൻ പറഞ്ഞു. ബോണറ്റ് തുറന്നു. എന്തോന്ന് ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി. നമ്മൾ എന്താണെങ്കിലും ഒരു ആദ്യം ആക്കിയിട്ടുണ്ടാവും ആശാനെ. ചോദിച്ചു താങ്കൾ ആരാണ്? കണ്ടാൽ ഒരു വർക്ക്ഷോപ്പുകാരനെ പോലെ തോന്നുന്നില്ല, പക്ഷെ വളരെ വേഗം താങ്കൾക്ക് ഇത് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞു. താങ്കൾ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഈ വണ്ടി ഏതാണെന്ന് ചോദിച്ചു. ഫോർഡാണ്. ഞാനാണ് ഹെൻറി ഫോർഡ്. ഞാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ വണ്ടി. ആയതുകൊണ്ട് ഇതിൻ്റെ മെരിച്ചും തീമരിച്ചും എന്നെ പോലെ ദുനിയാവിൽ ഒരാൾക്കും അറിയില്ല. ആയതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം തമ്പുരാനാണ്. ആ ഈശ്വരനാണ് അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സംഗതികളും എങ്ങനെയാണെന്ന് പറയേണ്ടത് ദൈവം തമ്പുരാനാണ്. അതിനാണ് അവതാര പുരുഷന്മാരും പ്രവാചകന്മാരും ഒക്കെ വന്നത്. അതിനാണ് ഈ അനുഷ്ഠാനങ്ങളും ആരാധനാ ക്രമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുവാൻ കൂടിയാണ്. അതിന് നോമ്പ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ നോമ്പ് ശരിക്കും നോമ്പ് അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ക്യാരക്ടർ ബിൽഡിങ്ങിലേക്കാണ്. അവൻ്റെ സ്വഭാവ രചനയെയാണ് ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ വൈകാരികമായിട്ടുള്ള അവൻ്റെ തള്ളിച്ചയും അതുപോലുള്ള അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ കാമനകളും ദേഷ്യവും വൈകാരിക പ്രകടനങ്ങളെയും ഒക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ ആത്മാവിനെ കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ വിശപ്പുണ്ട്, ലൈംഗികമായിട്ടുള്ള ചോദനകളുണ്ട്, ദാഹമുണ്ട്. പക്ഷെ അതൊക്കെ ഈ സമയം മുതൽ ഈ സമയം വരെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ശരീരത്തെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർ വാഹനത്തെ നിയന്ത്രിക്കും പോലെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഈ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. നമ്മുടെ ഈ ഇമോഷണലായിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, അങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രകടനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം മനുഷ്യന് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഈ പെട്ടെന്നുള്ള ഈ ഇമോഷൻസിന് അവൻ അടിപ്പെടുന്നുകൊണ്ടാണ്. ഇവിടെ രാവിലെ 5:15 നമ്മൾ ഭക്ഷണം കഴിച്ചാണ്. ഇനിയിപ്പോൾ 6:38 ഭക്ഷണം കഴിക്കുന്നത്. അതിനിടയിൽ വിശപ്പും ദാഹവും അതേപോലുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും ദേഷ്യം വരുന്നു, അതുപോലുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെ വരുമ്പോഴും ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് തന്നെ പറയണം. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷുഗറും പ്രഷറും ഇതൊക്കെ ഉള്ള ആളാണ്. സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാതിരുന്ന കയ്യും കാലും വരയ്ക്കുന്ന ആളാണ്. പക്ഷെ നോമ്പിൻ്റെ കാലത്തേക്ക് യാതൊരു പ്രശ്നമില്ല. സാധാരണ ഞാൻ 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കണം. പക്ഷെ ഇപ്പോൾ 1 മണിക്കൂർ നോമ്പെടുത്ത് വെള്ളം സംസാരിച്ചാലും വെള്ളം കുടിക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ബയോളജിക്കലായിട്ട് ശരീരം മനസ്സ് തന്നെ ഇതിനങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ മനസ്സുകൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുമ്പോൾ പിന്നെ ശരീരം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറും. അങ്ങനെ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവത്തിലൊക്കെ അതിനനുസരിച്ച് മാറ്റും. നമ്മളിപ്പോൾ മലയ്ക്ക് പോകാൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ച് ആ മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും സമീപനത്തിനും ഒക്കെ മാറ്റം വരുന്നത് പോലെ യഥാർത്ഥത്തിൽ മാറ്റം വരും. ഞാൻ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്ന ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ അയാൾ വിത്ത് ഈസ് യൂണിഫോം ഓൺ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയിൽ യൂണിഫോമിൽ അയാൾ നമ്മളെ ബിവറേജിന് മുമ്പ് പോയിട്ട് സാധനം വാങ്ങാൻ നിൽക്കുമോ? എന്താ ഉണ്ടാകും? കാശ് കൊടുത്താൽ ഏത് പോലീസിനും കൊടുക്കും അല്ലേ? പൈസ കൊടുത്താൽ ഏത് പോലീസിനും കൊടുക്കും. പക്ഷേ അകത്തും സർക്കാരാണ്, പുറത്തും സർക്കാർ. ഇങ്ങനെ വാങ്ങിയാൽ അങ്ങേക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ശരിയാണെങ്കിലും ആ ഡ്യൂട്ടി ടൈമിൽ അയാൾ ഹി വോണ്ട് ഡു ദാറ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ആ യൂണിഫോമിന് ഡിഗ്നിറ്റി ഉണ്ട്, അതിനൊരു മതിപ്പുണ്ട്, മര്യാദയുണ്ട്, ഒരു ഗണ്യം അല്ലേ? തമിഴിൽ അങ്ങനെയാ പറയാം. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ആ യൂണിഫോമിനുള്ള റെസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും അയാൾ അത് ചെയ്യില്ല. 5:15 നമ്മൾ നോമ്പിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു യൂണിഫോമിലാണ്. പിന്നെ ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ ഈ നോമ്പ് കാലത്ത് എന്തോ വഴക്കിന് പോയാൽ അവരെന്താ പറയുക? നമ്മൾ എന്തോന്ന് മിക്കട്ട് കയറി നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഒന്ന് നോക്ക്. സദക്കത്തുള്ള ഭയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചൂടായി നോക്കിയാൽ അപ്പോൾ അവർ പറയും നീ സായും, ഞാൻ നോമ്പുകാരനാണ്, താൻ ഇങ്ങോട്ട് ചണ്ടയ്ക്ക് വന്നാൽ ഞാൻ അതിനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു യൂണിഫോം ഇട്ട പോലീസുകാരനെ പോലെ ഈ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്വഭാവത്തെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ക്യാരക്ടർ ബിൽഡിങ് അതിനെ ഒന്ന് മൗൾഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശില്പിയുടെ കയ്യിൽ നമ്മളൊരു മരത്തിൻ്റെ തടി കൊടുത്താൽ അയാൾ മനോഹരമായിട്ടുള്ളൊരു ശില്പം ഉണ്ടാക്കി ഇങ്ങോട്ട് തരും. അപ്പോൾ നമ്മൾ ഈ ശില്പം എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾ പറയും ശില്പം ഓൾറെഡി അതിലുണ്ട്, ശില്പമല്ലാത്തതിനൊക്കെ കൊത്തി മാറ്റിയപ്പോൾ ശില്പമായി. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ജനിച്ച സമയത്ത് ദേഷ്യമില്ല, കോപമില്ല, അതേപോലെ തന്നെ ആരോടും വാശിയില്ല, വൈരാഗ്യമില്ല, അതേപോലെ തന്നെ അസൂയയില്ല, പൊങ്ങച്ചമില്ല, അതൊന്നുമില്ല. 2 കുട്ടികൾ തമ്മിൽ നിങ്ങൾ എടുത്തു നോക്കുക, അവർക്ക് അടികൂടും. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ
കഴിഞ്ഞു. കാരണം അവരുടെ ഉള്ളിൽ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് പറയുന്ന സാധനമൊന്നും അവർക്കില്ല, ഏതെങ്കിലും സ്ഥാപിത താല്പര്യങ്ങളോ ഒന്നുമില്ല. ആ അർത്ഥത്തിലായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ എങ്ങനെ ആയതെന്ന് വെച്ചാൽ വേറെ കുറേ സാധനം അങ്ങോട്ട് കയറി അതിന് മുഴുവൻ കൊത്തിച്ചെത്തി ഒതുക്കി മാറ്റിയെടുത്തിട്ട് യഥാർത്ഥത്തിലുള്ള ആ നല്ല മനുഷ്യനുണ്ടല്ലോ അവനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തതിൻ്റെ ഒരു വശം, ഒരു ഭാഗത്ത് നമ്മുടെ ക്യാരക്ടറാണെന്ന് പറഞ്ഞെങ്കിൽ അത് മാത്രമല്ല, ഇത് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ല 6:30 മണി ഇപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, ഞാൻ നോമ്പുകാരനാണെന്നാണ്. ഇപ്പോഴത്തെ തലമുറ എന്താ പറയില്ലെന്നറിയാം, 6:38 കഴിയണ്ടാ വെച്ചിട്ട് ഞാനിതിലായിപ്പോയി. രണ്ടാമത്തെ ഒന്ന് സിമ്പതി, പ്രത്യേകിച്ച് ലയൺസ് ക്ലബ്ബുകാർക്ക് ഞാനത് പറഞ്ഞു തരേണ്ടതില്ല, കാരണം നിങ്ങൾ വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സിമ്പതിയിൽ നിന്ന് എമ്പതിയിലേക്ക് മനുഷ്യന്റെ ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്. എന്താ ഈ സിമ്പതി എമ്പതി? സിമ്പതിന്റെ മലയാളം എന്താ അറിയാം? പാലക്കാട് ഭാഷയാണ്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം അല്ലേ? ഇത് താങ്കളുടെ പിതാവിന്റെ ശിരസ് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല, എന്നിട്ട് അപ്പന്റെ തല പറഞ്ഞാൽ അടിയൊപ്പം കിട്ടി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അത് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ഭാഷയെ പിന്നെ വയനാട്ടില് അമേക്കാരം അല്ലേ, അതിലെ സിമ്പതി വയനാട്ടിൽ. അതേപോലെ തന്നെ അയ്യോ ഭാവം, ഇതൊക്കെ നമ്മൾ സാധാരണ പറയണം. ഈ ഒരു സാധനം നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതുണ്ടാകാൻ നമുക്ക് വലിയ ചെലവുള്ള കാര്യമല്ല. ഒരാളെ കുറിച്ച് അയാൾ വളരെ പ്രയാസമാണ്, അയാൾ പാവമാണ്, അയാൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പ്രശ്നമല്ല. പക്ഷെ അയാളുടെ പ്രയാസം നമ്മൾ ഏറ്റെടുക്കുക, അയാളുടെ പ്രയാസം മാറ്റാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടുക. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾ സ്വയം പ്രയാസം അനുഭവിച്ചുകൊണ്ട് മറ്റൊരാളുടെ പ്രയാസത്തെ അക്കമഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുക. പ്രവാചകൻ നോമ്പ് തുറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളോട് പറഞ്ഞു, മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ നിനക്ക് വലിയ പുണ്യമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞു പ്രവാചകന്റെ സഹചരൻ പറഞ്ഞു, അല്ല പ്രവാചകൻ, ഞാനേ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലാണ്, PPL ആണ്. അപ്പൊ ആയതുകൊണ്ട് ഞാനിങ്ങനെയാ മറ്റൊരാളെ നോമ്പ് ഉറപ്പിക്കാൻ നടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? തൻ്റെ അടുത്ത് ഒരു കാരക്ക ഉണ്ടോ ചോദിച്ചു, ഉണ്ട്. എങ്കിൽ എൻ്റെ ഒരു പീസ് കൊടുക്ക്, അതിൻ്റെ ഒരു പകുതി കൊടുക്ക്. ഞാൻ ആ എൻ്റെ കയ്യിലുള്ള ഒരു കാരക്ക പറഞ്ഞാൽ ഈത്തപ്പഴം, ആ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പകുതി അങ്ങേർക്ക് കൊടുക്കുമ്പോൾ ഞാൻ ആ ഇല്ലായ്മയിലും മറ്റൊരാളെ അക്കമഡേറ്റ് ചെയ്യാനും ഒരു ഷെയറിങ്ങിന്റെയും കെയറിങ്ങിന്റെയും സംസ്കാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് ആ ഇല്ലായ്മയിലും കൊടുക്കാൻ മനസ്സിലാകുക എന്ന് പറയുന്ന പോലെ അതിനുവേണ്ടി അല്പം പ്രയാസം സഹിക്കാനുള്ളതാണ്. അതാണ് എമ്പതി പറഞ്ഞത്. എമ്പത്തറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ആളാകുക. പ്രത്യേകിച്ച് ഭാരതത്തിൽ അതിന് ഏറെ പ്രസക്തിയുണ്ട്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ നാട്ടിൽ എത്രാമത്തെയാണ് ഞാൻ നിങ്ങളോട് പറയണം അല്ലേ? ആകെ 127 നാടുകളിൽ 105ാമത്തെ നാടാണ്. നമ്മൾ ഈ കേരളം വെച്ചുകൊണ്ട് ഭാരതത്തെ അടക്കണ്ട. ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ദുരിതത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലൊക്കെയാണ് നമ്മുടെ നാടടക്കമുള്ളത്. അങ്ങനെ എന്തിനും ഞാൻ ഈ ജില്ലാശുപത്രിയെ ഭക്ഷണം ഇതെല്ലാം വിതരണം ചെയ്യുന്ന സംഗതിക്ക് രാവിലെ ചില ഫ്രീ ആയിട്ട് കൊണ്ടുകൊടുക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ചെന്നപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ, സാർ അവിടെ ഒരു വാർഡാണ്, അങ്ങോട്ട് പോകണ്ട, എല്ലാവരും ഒഴിവാക്കിയിട്ട് അച്ഛനില്ല, അമ്മയില്ല, മക്കളില്ല, എല്ലാവരും ഒഴിവാക്കപ്പെട്ട് ഹോസ്പിറ്റലിൽ വന്ന് കഴിച്ചു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്രാജ്യമാണ്. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലം വാരി നിങ്ങളുടെ മുഖത്ത് എറിയുന്നതാണ്. കാരണം അവൻ്റെ വേറെ ആയുധങ്ങളില്ല, അവൻ്റെ SIR അവന് മെമ്പറില്ല, അതുപോലെ രണ്ട് ID കാർഡില്ല, ആധാർ കാർഡില്ല, അവൻ വോട്ടില്ല. അതുകൊണ്ട് ആർക്കും അവനെ വേണ്ട, അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ട. അത്ര സമൂഹത്തോട് വെറുപ്പാണ്. പിന്നെ അവൻ്റെ അടുത്ത് ആകെയുള്ള ആയുധം അവൻ്റെ മലം മാത്രമാണ്. അതെടുത്ത് നിങ്ങൾ എറിഞ്ഞുകളെ. ഈ അർത്ഥത്തിൽ കുറേ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. ആ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുടെ വിശപ്പും വേദനവും അവൻ്റെ ബേജാറും ചുടുതുടുവെടുപ്പും വിശ്വാസവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് കൂടെ നോമ്പിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശമാണ്. ആയതുകൊണ്ട് തന്നെ ഇപ്പം നോക്കുക, നോമ്പ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഈ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ എത്തുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ സാധാരണ ആഘോഷത്തിന് മുമ്പ് മറ്റേ വാങ്ങി വയ്ക്കുകയില്ല അല്ലേ? സാധാരണ ആഘോഷം പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘോഷം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇത്ര കോടി ചിലവായിരുന്നാണ്. നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഘോഷം എങ്ങനെയാണ്? അവിടെ മൈലാഞ്ചി വാങ്ങലോ അല്ലെങ്കിൽ മോത്തർച്ചി വാങ്ങി വെക്കലോ ഏച്ചോറും ബിരിയാണിയും മറ്റേ ഇതുമൊക്കെ വാങ്ങി വെക്കലോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്, അത്തറും പുതിയ ഡ്രസ്സും ഒക്കെ വാങ്ങി വെക്കുന്നതിന് മുമ്പ് അവൻ വാങ്ങി വെക്കേണ്ട ഒരു സാധനമുണ്ട്. അതെന്താ വെച്ചാൽ അവൻ ഒരു വീട്ടിൽ ഒരാൾക്ക് 2 കിലോ 230 ഗ്രാം പ്രകാരം ആ വീട്ടിൽ അപ്പം പിറന്ന ഒരു കുട്ടി അടക്കം 10 പേരുണ്ടെങ്കിൽ 23 കിലോ അരി അവൻ വാങ്ങി വെക്കും. വാങ്ങി വെച്ചിട്ട് പാവപ്പെട്ടവൻ്റെ വീട് അന്വേഷിച്ചിട്ട് അവൻ്റെ ക്ഷുത്തടക്കാൻ, അവൻ്റെ പ്രയാസം അയക്കാൻ, അവൻ്റെ വീട് അന്വേഷിച്ച് അത് കൊണ്ടേ കൊടുത്തിട്ട് തൻ്റെ മൈലാഞ്ചിയും തൻ്റെ അത്തറും തൻ്റെ പുതിയ വസ്ത്രമൊക്കെ മതി, എന്നിട്ട് മതി പള്ളിയിലേക്ക് വരാം. അതിന് മുമ്പ് പള്ളിയിലേക്ക് വരണ്ട. അല്ലെങ്കിൽ 29 ദിവസം താൻ എന്ത് കുന്തോളം പഠിച്ചതെന്നാണ് പടച്ചതമ്പുരാൻ ചോദിക്കുന്നത്.
ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദർശനം ആലോചിക്കുക. പക്ഷെ ഈ നോമ്പുകാരാണോ നമ്മുടെ ഇടയിലുള്ളതെന്ന് ചോദിച്ചാൽ ഈ നോമ്പൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ സഹോദരന്മാരും അതുമായുള്ള ബന്ധപ്പെട്ടവരും അയൽക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ടാകാം. അതൊന്നും നമുക്ക് യാതൊരു ആന്തോളനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നില്ല. ഞാൻ 1993 പുലിറ്റ്സർ അവാർഡ് കിട്ടിയ കെവിൻ കാർട്ടർ സുഡാനിൽ വന്നപ്പോൾ, സുഡാനിൽ ഒരു ആഭ്യന്തര കലാപം നടക്കുകയാണ്. അപ്പോൾ അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫുഡ് പാക്കിംഗ് പാക്കറ്റൊക്കെ അവിടെ വീഴുന്നുണ്ട്. അതിലേക്ക് ആളുകളൊക്കെ ഓടിപ്പോവുക. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചിത്രം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വത്സർ എന്ന ലിറ്റിൽ ഗേൾ എന്ന് പറയുന്ന ചിത്രം. ആ ഒരു പെൺകുട്ടി, 8 വയസ്സുള്ള പെൺകുട്ടി, പക്ഷേ അതിൻ്റെ വസ്ത്രം പോലും ഇല്ല, ഇടുപ്പിലൊരു കയറ് മാത്രമാണ്. അതിങ്ങനെ വേച്ച് പോവുകയാണ്. അതിന് തൊട്ട് പിന്നാലെ ഒരു കഴുകൻ, അല്ലേ? ആ ചിത്രം കണ്ടിട്ടുണ്ടാവും. ആ കഴുകൻ എന്തിനാ പിന്നാലെ പോകണമെന്നറിയാം? കഴുകന് ഒരു എത്തിക്സ് ഉണ്ട്. ജീവനുള്ളതിന് തിന്നില്ല, ഇതൊന്ന് ചത്തു വീഴട്ടെ, ഈ കുട്ടിയൊന്ന് മരിക്കട്ടെ, മരിച്ചിട്ട് അതിനെ തിന്നാന്ന് പറഞ്ഞിട്ട് കഴുകൻ പിന്നാലെ പോവുകയാണ്. ഇത് നമ്മുടെ കെവിൻ കാർട്ടർ ക്ലിക്ക് ചെയ്തു. നല്ലൊരു പിക്കായി അദ്ദേഹത്തിന് കിട്ടി. ഉടനെ തന്നെ പത്രങ്ങളിൽ എത്തിച്ചു. പത്രങ്ങളിൽ എത്തിച്ച അടുത്ത ദിവസം അദ്ദേഹം പുലിറ്റ്സർ അവാർഡ്, 1993 പുലിറ്റ്സർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. ലോകത്തിൻ്റെ അത്യുന്നതമായ, എന്താ പറയുക, പ്രശസ്തിയുടെ അത്യുന്നതങ്ങളിൽ അദ്ദേഹം വിരാജിച്ച് ലോകം മുഴുവൻ അദ്ദേഹത്തെ ആശംസയോടെ മൂടിയപ്പോൾ ചിലരെങ്കിലും ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു ദാറ്റ് ഗേൾ? ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു മോനെ? ആ കുട്ടിയെ എന്ത് ചെയ്തു? നൺ ഓഫ് മൈ ബിസിനസ്, അല്ലേ? അത് എൻ്റെ കാര്യത്തെ പെട്ടല്ല. വൈ ഷുഡ് ഐ കെയർ അബൌട്ട് ഇറ്റ്? വൈ ഷുഡ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്? എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും എൻ്റെ കാര്യത്തിൽ പെട്ടതേ അല്ല. ഞാനത് ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഈ ഫോട്ടോ വേഗം എത്തിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാനത് എത്തിച്ചു. എടാ, നീ ഒരു മനുഷ്യനാണ്, നീ ചത്തൂടാണ് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകം നാനാഭാഗത്തുനിന്ന് ആ ചോദ്യം വന്നപ്പോൾ പിന്നെ പുലിറ്റ്സർ അവാർഡ് കിട്ടിയ കെവിൻ കാർട്ടർ തൻ്റെ 36-ാമത്തെ വയസ്സിൽ എന്താ ചെയ്തെന്നറിയാമോ? തൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റ് പുകയില്ലേ, ആ പുക കാറിനകത്തേക്ക് തന്നെ അടിച്ച് കയറ്റിയിട്ടങ്ങ് മരിച്ചു. ലോകത്തോട് പറഞ്ഞു, മനുഷ്യൻ്റെ പശിയെയും പട്ടിണിയെയും മനുഷ്യൻ്റെ വിശപ്പും വേഗതവും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് കൃത്യമായിട്ട് പറയായിരുന്നു.